ഫുട്ബോൾ കാണുമ്പോ നിങ്ങൾക്ക് ആരെ ഓർമ്മ വരുന്നേ? ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ജൂനിയർ, കിലിയൻ എംബാപ്പെ, ലാമിൻ യമാൽ, അങ്ങനെ പല പേരുകളും നമ്മളെ മുന്നിൽ വരും. പക്ഷെ എനിക്ക് പറയാനുള്ളത് അയാളുടെ കഥയാണ്. വിശന്ന് വലഞ്ഞ് ഒരു 11 വയസ്സുകാരൻ തന്റെ കുഞ്ഞനിയത്തിനും കൊണ്ട് പാതിരാത്രി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് കരുതി തെരുവിലേക്ക് ഇറങ്ങാം. അവർ കയറി ചെന്ന എല്ലാ കടയിൽ നിന്നും അവരാട്ടി ഓടിക്കുന്നുണ്ട്. അവസാനം മക്ഡൊണാൾഡ് എന്ന വലിയൊരു ബർഗർ കമ്പനിന്റെ മുമ്പിൽ അവരെത്തിപ്പെടുക. അവിടെ ഉണ്ടായിരുന്നൊരു സ്ത്രീ ശേഷിക്കുന്ന ബർഗർ അവരെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ 11 വയസ്സുകാരൻ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ധനികരുടെ പട്ടികയിൽ ഇടം പിടിക്കുക. തന്റെ രാജ്യത്തിലെ യൂറോയിലടക്കം അയാളുടെ മുഖത്തിന്റെ രൂപം മുദ്ര കുത്തുക. താൻ ചെന്നിറങ്ങുന്ന എയർപോർട്ടിന് പോലും അദ്ദേഹത്തിന്റെ പേരായിരുന്നു. അങ്ങനെ അയാൾ വളർന്ന് വലുതായപ്പോ തനിക്ക് വിശന്ന സമയത്ത് ഒരു നേരത്തെ ആഹാരം തന്ന ആ സ്ത്രീക്ക് ആ രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു റെസ്റ്റോറന്റ് സമ്മാനമായി നൽകുക. അത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ. നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരുപാട് നേട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ഒരുപാട് സമ്പാദിക്കുമ്പോൾ നമ്മളിൽ പലവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് വന്ന വഴി മറക്കുക എന്നൊക്കെ പറയില്ലേ, നന്ദി ഇല്ലാത്തവരാവാൻ. അങ്ങനെ നമ്മളെ സ്നേഹിച്ചവര്, നമ്മളെ സഹായിച്ചവര്, നമ്മളോട് കൂടെ നിന്ന് നമ്മളെ പ്രിയപ്പെട്ടവര്, അവരെ ഒന്നും നമ്മൾ പിന്നീട് ഓർത്തില്ലെങ്കിൽ, നന്ദി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പരാജയത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. പടച്ചവൻ ഖുർആനിലും അത് തന്നെ പറഞ്ഞത്, ലഇൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരായാൽ നിങ്ങൾക്ക് വീണ്ടും നൽകിക്കൊണ്ടേയിരിക്കും. അപ്പൊ നന്ദിയുള്ളവരായാൽ നമ്മൾ ജീവിതത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും.